വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടകര താലൂക്കിലെ റേഷൻ വ്യാപാരികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരവും സപ്ലൈകോ ഓഫീസിലേക്ക് മാർച്ചും നടത്തി. ഞങ്ങൾ ജനുവരി 6 മുതൽ കേരളത്തിലെ റേഷൻ കടകൾ ഒന്നടക്കം അടച്ചിട്ടുണ്ട്. ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരം അനിശ്ചിതകാല സമരം നടത്തും. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാക്കേജ് പുതുക്കി തരണമെന്നും 6 മാസമെന്നത് 6 കൊല്ലമായി ഞങ്ങൾ സർക്കാരിന് വേണ്ടി കാത്തിരിക്കുന്നു. കേരളത്തിലെ റേഷൻ കാർഡുടമകൾ കൊണ്ട് കാത്തിരിക്കുന്നു. സർക്കാരിന് ഒരു വിഷമം വന്ന സമയത്ത് സർക്കാരിന് ചേർന്ന് നിന്നുകൊണ്ടാണ് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി കേരളത്തിൽ പ്രവർത്തിച്ചത്. ഈ സമരം ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാനല്ല, യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങളോ ഗവൺമെന്റിന് ഉണ്ടാക്കാനല്ല. ഞങ്ങള് കാലത്തു മുതൽ അധ്വാനിക്കുന്ന എൻ്റെ സഹോദരന്മാർക്ക് അവരെ കുടുംബത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ, കുടുംബ ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിക്കൊണ്ട്, ആശുപത്രി ചെലവുകൾ നടത്തുന്നതിന് വേണ്ടിക്കൊണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നല്ല നിലയ്ക്ക് നടത്താൻ വേണ്ടിക്കൊണ്ട് ഞങ്ങൾക്ക് റേഷൻ വ്യാപാരവും അതിന്റെ കമ്മീഷനുമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ മാർഗത്തിന് ഇന്ന് ഞങ്ങൾക്ക് മൂന്നാമത്തെ മാസത്തിലേക്ക് നമ്മുടെ കമ്മീഷൻ തരാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു സൂചന. EV സജീവൻ അധ്യക്ഷത വഹിച്ചു. PA തങ്കച്ചൻ, MP ബാലചന്ദ്രൻ, CA ബാബു രാജേന്ദ്രൻ, P ഭാർഗവൻ, വേണു വെള്ളിക്കിൽ, നന്ദനൻ, ഉഷാകുമാരി, MV സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. 200 റേഷൻ കടകളിൽ നിന്നായി 400ഓളം പേർ പങ്കെടുത്തു.